ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് ചോദിച്ചു, അതദ്റൂന മൽ മുഫ്ലിസു, എല്ലാം തൊലഞ്ഞ് പാപ്പരായ മനുഷ്യൻ ആരാണ്? സ്വാഭാവികമായും സാധാരണയിൽ അതിന് പറയാറുള്ള മറുപടി തന്നെയാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പറഞ്ഞത്. അൽ മുഫ്ലിസു ഫീന മല്ല ദിർഹമലഹു വല മത്താഴ്, ഞങ്ങളെ കൂട്ടത്തിലെ എല്ലാം തൊലഞ്ഞവർ, അവർക്ക് നാണയങ്ങളില്ല, മറ്റ് ചരക്കുകളില്ല, സാമ്പത്തിക ശേഷിയില്ല, ഇവരാണ് എല്ലാം തൊലഞ്ഞവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, യഥാർത്ഥത്തിൽ തൊലഞ്ഞവർ അവരല്ല. ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിലെ യഥാർത്ഥത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയവർ ചില മനുഷ്യരുണ്ട്. അവർ നാളെ പരലോകത്ത് വരുമ്പോൾ അവർക്ക് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, മറ്റുള്ള സൽക്കർമ്മങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അദ്ദേഹം വരുമ്പോൾ വയഅ്തി വഖദ് ശതമഹാദ, അദ്ദേഹം വരും, അയാൾ ഇദ്ദേഹത്തെ ചീത്ത വിളിച്ചവനാണ്, ശകാരിച്ചവനാണ്. ഖദഫഹാദ, ഇദ്ദേഹത്തെക്കുറിച്ച് വ്യഭിചാരക്കുറ്റം ആരോപിച്ചവനാണ്. ദറബഹാദ, ഇദ്ദേഹത്തെ അടിച്ചവനാണ്. ഇങ്ങനെ ഇദ്ദേഹത്തിനാൽ മർദ്ദിതരായ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടാകും. പല ആളുകൾക്കും ഈ മനുഷ്യൻ്റെ ഉപദ്രവമേൽക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ വരുന്ന ഇബാദത്തുകളുമായെല്ലാം വരുന്ന മനുഷ്യരുണ്ട് പരലോകത്ത്. അവരാണ് യഥാർത്ഥത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുന്നു എങ്ങനെയാണ് ഇവർ എല്ലാം നഷ്ടപ്പെട്ടവരായി മാറിയത്. നബി തങ്ങൾ പറയുകയാണ്, ഫയുഅ്തി ഹാദാ മിൻ ഹസനാത്തിഹി, അല്ലാഹു തആല ഇയാൾക്ക് ഇദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങൾ എടുത്തു കൊടുക്കുകയാണ്. അതേപോലെ മറ്റേ ആൾക്കും ഇയാളെ സൽക്കർമ്മം എടുത്തു കൊടുക്കുന്നു. ഇദ്ദേഹത്താൽ പ്രയാസപ്പെടുത്തപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഇദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങളെ എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ സൽക്കർമ്മങ്ങളെല്ലാം വീതം വെച്ച് ഫഇം ഫനിയത്ത് ഹസനാത്തുഹു, അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങളെല്ലാം തീർന്നുപോയി. പക്ഷേ ബാധ്യതപ്പെട്ട ആളുകൾ ഇനിയും ബാക്കിയാണ്. അവരിനിയും അവകാശം ചോദിച്ചുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് അല്ലാഹു തആല അവരുടെ പാപങ്ങളെ, ആരെയാണോ ഇദ്ദേഹം ഉപദ്രവിച്ചതെങ്കിൽ അവരുടെ പാപങ്ങൾ എടുത്തിട്ട് ഇദ്ദേഹത്തിലേക്ക് വെച്ചു കൊടുക്കും. എന്നിട്ട് സുമ്മ തുരിഹ ഫിന്നാർ, അദ്ദേഹത്തെ നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യും. ഇങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട്. ഇവരാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടവർ. സത്യത്തിൽ അവർ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് നിസ്കാരം, നോമ്പ്, സക്കാത്ത് അടക്കമുള്ള സൽക്കർമ്മങ്ങൾ പലതുമുണ്ട്. പക്ഷേ അദ്ദേഹം ഈ ദുന്യാവിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകളെ പല വിധേനയായി ദ്രോഹിച്ചവനായതുകൊണ്ട് അള്ളാഹു അവിടെ വെച്ചുകൊണ്ട് പകരം വാങ്ങിക്കൊടുക്കുകയാണ്. പകരം വാങ്ങിക്കൊടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങളെയായിരിക്കും. സൽക്കർമ്മങ്ങൾ എല്ലാവർക്കും കൊടുക്കാൻ തികയാതിരിക്കുമ്പോൾ അവരുടെ തിന്മകളെ എടുത്ത് ഇദ്ദേഹത്തിൻ്റെ ചുമലിൽ വെച്ച് കെട്ടിക്കൊടുക്കുകയും അങ്ങനെ ഇദ്ദേഹം അതിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനായി അയാൾ നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യുമെന്നാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അവസ്ഥകളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കെല്ലാം അല്ലാഹു നാളെ പ്രതിഫലം നൽകി നമ്മെ സ്വർഗാവകാശികൾ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരുകയും ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.